പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒപ്പം കൈപൊക്കുന്ന ചില ആളുകളുമൊക്കെ കരുതിയിട്ടുള്ളത് എല്ലാ ദിവസവും ഡിവൈഎഫ്ഐക്കാരിങ്ങനെ വന്ന് പഞ്ചായത്തിന്റെ മുമ്പിൽ വന്ന് പ്രസംഗം നടത്തി തിരിച്ചു പോകുമെന്നാണ്. പ്രിയപ്പെട്ട തനികാചലം ഒരു കാര്യം കരുതേണ്ടത്, എല്ലാ ദിവസവും നിങ്ങൾക്കിങ്ങനെ കാവൽ നിൽക്കലല്ല ഈ പോലീസുകാരുടെ പണിയെന്ന് മനസ്സിലാക്കണ്ടെന്നറിയോ? എല്ലാ ദിവസവും സിഐക്കും ഡിവൈഎസ്പിക്കും ഇതല്ലല്ലോ പണി, അവർക്ക് വേറെ പണിയുമായി പോകേണ്ടി വരും. പക്ഷേ ഞങ്ങളെല്ലാം ഈ കൊഴിഞ്ഞാമ്പാറയിലൊക്കെ തന്നെ ഉണ്ടാകും. നിങ്ങളെയൊക്കെ തീരുമാനമെടുത്തിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഓഫീസിലേക്ക് തനികാചലം എപ്പോ വരണമെന്ന് കൊണ്ടുപോകരുത്. അതിലേക്കൊന്നും ഞങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുപോകരുത്. ഞങ്ങൾക്കൊരു വാശിയുമില്ല നിങ്ങളോട് ഒരു വ്യക്തിപരമായ ശത്രുതയും ഞങ്ങൾക്കില്ല, ഒരു വിരോധവും ഞങ്ങൾക്കില്ല. മാന്യമായി ഭരിക്കുമെങ്കിൽ മാന്യമായി ഭരിച്ചോളണം. മാന്യമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിനേക്കാൾ മാന്യതയോടുകൂടി ഞങ്ങളും നിൽക്കും. പക്ഷേ തെമ്മാടിത്തരമാണ് കാണിക്കുന്നതെങ്കിൽ അത് റോട്ടിൽ വെച്ചിട്ടായിരിക്കും അതിന് ഞങ്ങൾ മറുപടി പറയുക. കാരണം എന്താ പറയുക, നിങ്ങൾ നോക്കൂ, നേരത്തെ ബാബുവട്ടം പറഞ്ഞല്ലോ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യം എന്താ? വീട് ചോദിക്കില്ല, പെൻഷൻ ചോദിക്കില്ല, ജോലിയല്ല. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോളാം, ഞങ്ങൾ സഹിച്ചോളാം, എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ സഹിച്ചിവിടെ ജീവിച്ചോളാം. കുടിക്കാനുള്ള ഒരു തുള്ളി വെള്ളം അത് തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അതാണ് ചോദ്യം. ആ ചോദ്യം ഉണ്ടാകുമ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടാളികളും കൂടെ ഇരുന്നിട്ട് തീരുമാനിക്കുന്നത്. എങ്ങനെയാ തീരുമാനിക്കുന്നത്? പഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു സുതാര്യതയുമില്ലാതെ, പഞ്ചായത്ത് അംഗങ്ങളോട് പോലും ആലോചിക്കാതെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടോ വകുപ്പ് മേധാവികളോടോ ജനപ്രതിനിധികളോടോ ഒരാലോചനയുമില്ലാതെ ABT കമ്പനിയുമായി അടിവലിയിലൂടെ കാര്യങ്ങൾ നടത്താൻ ഇവിടെ തീരുമാനിക്കുകയാണ്. കുപ്പിവെള്ളം ഉണ്ടാക്കലല്ല പ്രശ്നം. ശീതള കമ്പനി വന്ന് ABT കമ്പനി ഇപ്പോൾ വന്ന് പൂട്ടിക്കിടക്കുന്ന ഭഗവതി മില്ലങ്ങ് ഏറ്റെടുത്ത് അത് തുറന്നാൽ കൊഴിഞ്ഞാമ്പാറയിലെ നൂറുകണക്കിന് യുവാക്കൾക്ക് അവിടെ തൊഴിൽ കിട്ടുമെന്നാണോ തനികാചലം ധരിച്ചു വെച്ചിട്ടുള്ളത്? അതല്ല പ്രശ്നം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവസാനത്തെ തുള്ളി ജീവന്റെ വെള്ളവും ഭൂമിയിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ABT കമ്പനിയോട് കൂട്ടുനിൽക്കുന്നത്. ഒരു കാര്യം മനസ്സിലായിക്കൊള്ളണം, 44 ലക്ഷം ലിറ്ററിൽ പോയിട്ട് 1 ലിറ്റർ വെള്ളം ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഡിവൈഎഫ്ഐ ഉള്ള കാലത്തോളം സമ്മതിക്കുമെന്ന് കരുതേണ്ടതില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കാനുള്ളതാ. അപ്പൊ വേറൊരാളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ വലിയൊരാള് നാട്ടിലുണ്ടല്ലോ. കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി, വടകരപ്പതി, ചിറ്റൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ പ്രദേശത്തെ മുഴുവൻ MLA ആയ ഒരു മഹാനി നാട്ടിലുണ്ടല്ലോ, ശ്രീമാൻ K. അച്യുതൻ. 1.5 ദശാബ്ദക്കാലമായി ചിറ്റൂരിലെ ജനങ്ങളുടെ MLA ആണെന്നാണ് വെപ്പ്. MLAയുടെ സ്ഥിതി എന്താ അറിയോ? ചിറ്റൂരിലെ ജനങ്ങൾ എല്ലാ ദിവസവും കാണുമ്പോൾ പറയും വെള്ളപ്രശ്നം, തണ്ണിപ്രശ്നം ഉണ്ടെന്നാ. MLAക്ക് എന്ത് തണ്ണി പ്രശ്നം? MLAക്ക് ഒരൊറ്റ വെള്ള പ്രശ്നമേ ഉള്ളൂ, അത് കുടിവെള്ള പ്രശ്നമല്ല, ഈ വെള്ള പ്രശ്നമാണ് MLAക്കുള്ളത്. MLAക്ക് വേറെന്ത് വെള്ള പ്രശ്നമുള്ളത്? എന്ത് കുടിവെള്ള പ്രശ്ന? MLAക്ക് എന്ത് വേണം? വൈകുന്നേരമായ നല്ല വെള്ളം വേണം. ഇത് നമ്മൾ പറഞ്ഞതല്ല, നമുക്കങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. കഴിഞ്ഞ നിയമസഭയിലെ ബജറ്റ് സമ്മേളനത്തിൽ ഒരു MLA കുറവ്, ഉമ്മൻചാണ്ടിക്ക് കൈവക്കേണ്ട സമയമായപ്പോ ഒരു MLA കുറവ്. ബജറ്റ് പ്രസംഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് KM മാണി പ്രസംഗിച്ച് അവസാനിപ്പിച്ച് പിന്നെയും പ്രസംഗം നീട്ടാണ്. MLAയെ തപ്പി ചില ആളുകൾ പോയി. അപ്പോ MLA ഹോസ്റ്റലിന്റെ 107 നമ്പർ മുറിയിൽ ഒരാൾ ചിറ്റൂരിന്റെ MLA എങ്ങനെയാ കൊണ്ടുവന്നത്? ഷാഫി പറമ്പിൽ ഇടത് കൈയിൽ, VT ബൽറാം വലത് കൈയിൽ. MLAക്ക് നിയമസഭയിൽ ഇരുന്നിട്ട് തല ഇങ്ങനെ പഴയ ഗോഡ് ഫാദർ സിനിമയില് ശങ്കരാടിന്റെ തല നിൽക്കണ പോലെയാണ്, മേപ്പിട്ടയ്ക്ക് മാത്രം തല. അപ്പൊ ഒരു MLA ഇപ്പുറത്ത് ഒരു കൈ കൊണ്ട് തല ഇങ്ങനെ പൊക്കി വെച്ചു, വേറെ MLA കൈവെക്കേണ്ട സമയമായപ്പോ കൈ ഇങ്ങനെ തൂക്കിപ്പിടിച്ചു. അങ്ങനെ നിന്ന ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. എന്നിട്ട് ആ MLA പറയാണ്, ഈ പ്രശ്നം ഞാൻ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കഥയായില്ലേ? ഉമ്മൻചാണ്ടിന്റെ ശ്രദ്ധയിൽ വന്ന പെണ്ണ് കേസ് തീർക്കാൻ നേരമില്ല ഉമ്മൻചാണ്ടിക്ക്.
പാർട്ടിയും ചിറ്റൂരിലെ CPIM-ഉം DYFI-യും ഒക്കെ പറഞ്ഞു പാലക്കാട് ജില്ലയുടെ വളർച്ച 45 ഡിഗ്രിയാണ് ചൂട് പാലക്കാട് ജില്ലയിൽ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂടനുഭവിക്കുന്ന പ്രദേശം ചിറ്റൂർ താലൂക്ക്. ആ ചിറ്റൂർ താലൂക്കിനകത്ത് 17 സെന്റിമീറ്റർ മാത്രമാണ് മഴ കഴിഞ്ഞ വർഷം പെയ്തത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം, കൃഷിക്ക് വെള്ളമില്ല, ആളിയാറിൽ നിന്ന് വെള്ളം വരുന്നില്ല. മുഖ്യമന്ത്രിക്ക് എവിടെ ശ്രദ്ധിക്കാൻ സമയം? മുഖ്യമന്ത്രിക്ക് ഗണേശം പെണ്ണ് പിടിച്ച കാര്യം തീർക്കാൻ ഇതുവരെയും ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോഴാ അച്യുതൻ പറയണത് ഞങ്ങൾ ഈ പ്രശ്നം ഞാൻ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് അച്യുതൻ ഇങ്ങോട്ട് തന്നെ വരണല്ലോ. എല്ലാ ദിവസവും ഇന്നോവയിൽ മാത്രം നടക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴെങ്കിലും ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വരുമല്ലോ. ആ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസം ഇതിനൊക്കെയുള്ള മറുപടി MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറയേണ്ടി വരുമെന്ന് ഓർക്കുന്നത് നല്ലത്. DYFI ഇന്ന് ഈ സമരം തീരുമാനിച്ചിട്ടുള്ളത് ഈ തെറ്റായ തീരുമാനം പഞ്ചായത്ത് തിരുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആ പ്രതീക്ഷയുടെ തണലിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ഈ രൂപത്തിൽ അവസാനിപ്പിക്കുന്നത്. ഈ തീരുമാനവുമായി ABTയുടെ പണവും വാങ്ങി പോകാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന MLA-യും ഒക്കെ കരുതുന്നതെങ്കിൽ ഒരു രണ്ടാം പ്ലാച്ചിമട സമരത്തിന് ഈ കൊഴിഞ്ഞാമ്പാറ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, DYFI-യുടെ പാലക്കാട് ജില്ലയിലെ 4 ലക്ഷത്തോളം വരുന്ന അംഗങ്ങൾക്ക് വേണ്ടി സ്നേഹോഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.